ഹലോ ഫ്രണ്ട്സ്, അക്കച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബട്ടർ മാഗി മസാലയാണ്. വളരെ ടേസ്റ്റുള്ള ഒരു മാഗി നൂഡിൽസാണ്. നിങ്ങളും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് 3 പീസ് മാഗിയാണ്. നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം. ഒരു കടായി വെച്ച് ചൂടായിട്ടുണ്ട്. സാധാരണ നമ്മൾ ഓയിലിലാണ് ഈ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബട്ടറിൻ്റെ അകത്താണ്. അതാണ് ഇന്നത്തെ മാഗിയുടെ പ്രത്യേകത. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മെൽറ്റാകട്ടെ. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാളയാണ് ആദ്യം ചേർക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നതാണ്. സവാളയും വെളുത്തുള്ളിയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇതധികം വഴലണ്ട, ഒന്ന് ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് കൊടുത്തിരിക്കുന്ന ക്യാരറ്റ്. മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാകണം. ഇതിലേക്ക് ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുത്തു. ഇനി വീണ്ടും ഇതിലേക്ക് ചേർക്കുന്നത് കാപ്സിക്കത്തിനൊക്കെ അധികം വേവില്ലാത്തതുകൊണ്ട് അധികം നേരം ഇട്ട് വഴറ്റണ്ട. കാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് വഴറ്റാം. ഈ കാപ്സിക്കം കയ്യിൽ ഇടാനില്ലെങ്കിൽ നമുക്കിതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഈ കളറുള്ളത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ മസാല കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പല കളറിലുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ലാസ്റ്റ് ഇട്ടാൽ മതി. ലാസ്റ്റ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ല, തക്കാളി നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കണം. ഇതേപോലെ പല കളറുള്ള വെജിറ്റബിൾസ് ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ മസാല കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി ഇതിലേക്ക് ഇത് അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഇടുന്നത് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, കളറിന് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ടേസ്റ്റിന് നോക്കി മാത്രം ചേർക്കുക. ഈ മാഗിക്കകത്ത് ഉപ്പ് ചേർത്താണ് വരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അത് നോക്കി വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ മാഗി ടേസ്റ്റ് മേക്കറില്ലേ. ഇപ്പം ഞാൻ 3 പീസ് എടുത്തിരിക്കുന്നതുകൊണ്ട് 3 പാക്കറ്റ് മാഗി ഈ ടേസ്റ്റ് മേക്കറും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാ മസാലകളും വെജിറ്റബിൾസും ഈ ബട്ടറിൻ്റെ അകത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അതാണ് ഞാനിത് ഇന്ന് ബട്ടറിൽ തയ്യാറാക്കിയത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ 3 പീസിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ട് എല്ലാം കൂടെ ഒന്ന് ചേരട്ടെ. ഇതൊന്ന് അടച്ചു കൊടുക്കാം. അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഈ മസാല എല്ലാം നന്നായിട്ട് ഈ വെള്ളവും ചേർന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാഗി നൂഡിൽസ് വെച്ച് കൊടുക്കാം. ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്തിരുന്നാൽ മതി. ഇനി ഇത് ഉടയ്ക്കണ്ട. അപ്പം നല്ല നീളത്തിൽ നമുക്കിത് കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് തന്നെ ഇരുന്ന് 2 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി വരും. ഇതൊന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ നമ്മൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി 1 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. അപ്പോഴത്തേക്കും അത് വെള്ളമെല്ലാം പറ്റി റെഡിയാവും. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നൊന്നുകൂടെ ഇളക്കി നോക്കാം. ഇതിപ്പം പാകമായിട്ട് വറ്റിയിട്ടുണ്ട്. നൂഡിൽസ് വെന്തിട്ടുമുണ്ട്. ഈ അളവിൽ നമ്മളങ്ങ് ഇനി വാങ്ങിയെടുക്കാം. ഒത്തിരി വറ്റിക്കണ്ട, അല്പം വെള്ളാംശം ഇതിൽ വേണം. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇതേപോലെ ഇതുണ്ടോ, മുറിയാത്ത നൂഡിൽസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിങ്ങ് ഒരു നീളത്തിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നൂഡിൽസാണിത്. നിങ്ങൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് കഴിച്ച് നോക്കുക. ബട്ടർ മാഗി മസാല ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സഹകരിക്കണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷന് അപ്പോൾ തന്നെ കിട്ടുന്നതിന് വേണ്ടിയാണ്. അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.